ഗൗരവത്തോടെ തന്നെയായിരുന്നു ഈ സർക്കാരും ഈ വിഷയത്തെ കണ്ടിരുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം വന്ന സമയത്ത് തന്നെ ഇക്കാര്യത്തിൽ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ മുൻ സർക്കാരിൻ്റെ കാലത്തും നിരന്തരം ഓരോ വിഷയമുണ്ടാകുമ്പോൾ നേരെ സർക്കാരിനെ അല്ലാതെ പിന്നെ ആർക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സ്വാഭാവികമായും സർക്കാരിനെതിരെ തന്നെയാണ് ആ ആരോപണം ഉണ്ടാവുക. അവരാണ് മറുപടി പറയേണ്ടത്. ഇപ്പോൾ ഈ സർക്കാർ, അതായത് കഴിഞ്ഞ സർക്കാരിനെ കുറ്റം പറഞ്ഞിരുന്ന സംഘം ഈ സർക്കാർ രൂപീകരിച്ച് വരുമ്പോൾ സ്വാഭാവികമായും അവർ എടുക്കേണ്ട നടപടിക്രമങ്ങൾ എന്ന നിലയ്ക്ക് അവർ തന്നെ വിശദീകരിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം കാട്ടുപന്നികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജൂൺ 15 മുതലുള്ള ഒരു ഡ്രൈവ് ആരംഭിക്കുന്നു എന്ന് പറയുന്നു. ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ ദൂരം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ അവരെ നിയമിക്കും എന്നുള്ളതൊക്കെ പറയുന്നു. ഇങ്ങനെ പിന്നെ AI സാങ്കേതിക വിദ്യയുടെയൊക്കെ സഹായം ഇതിനകത്ത് എങ്ങനെ പ്രയോജനപ്പെടുത്താം, പുതിയ ടെക്നോളജിയുടെ സഹായം, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ എന്ത് ചെയ്യാം എന്നൊക്കെയുള്ള ആലോചനകൾ പറയുന്നുണ്ട്. ഈ ആലോചനകളെല്ലാം എല്ലാ കാലത്തും ഏറിയും കുറഞ്ഞും വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് വന്യമൃഗങ്ങളുടെ വ്യാപനം നാട്ടും പുറത്തുണ്ടാകുന്നത്. അതായത് കുട്ടനാട്ടിൽ പോലും കാട്ടുപന്നി ഇറങ്ങുന്ന, ഒരിക്കലും ഒരു തുണ്ടും വനഭൂമി പോലും ഇല്ലാത്ത പ്രദേശത്ത് പോലും കാട്ടുപന്നി ഇറങ്ങുന്ന സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ കാട്ടുപന്നിയെ ഇടിച്ച് വീണ് മരിക്കുന്ന ആളുകളുണ്ട്, കാട്ടുപന്നി ആക്രമണത്തിൽ മരിക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം മുള്ളംപന്നി ഇടിച്ചിട്ടാണ് ഒരു ഓട്ടോറിക്ഷ പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് പോയ ആൾ മരിച്ചത്. ഇടുക്കിയിൽ സൂര്യനെല്ലിയിൽ ഒരു യുവതി മരിക്കുന്നത് കുട്ടിയെ രാവിലെ സ്കൂളിലാക്കാൻ പോകുമ്പോഴാണ്. എന്തു ചെയ്യും? ഏറ്റവും നിസ്സഹായമായ ഒരു അവസ്ഥയാണ് ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ. ഇപ്പോൾ തൃശ്ശൂർ ആക്രമണത്തിൽ മരിക്കുന്നത് ആന ഇറങ്ങുമ്പോൾ ആനയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോഴാണ്. സ്വാഭാവികമായും അവനവൻ്റെ വാസസ്ഥലത്തേക്ക് വരുമ്പോൾ അങ്ങനെ ചെറുത്ത് നിൽക്കാനുള്ള ശ്രമം ഉണ്ടാകും, അവിടെ ഈ ആക്രമണം ഉണ്ടാകും. ഇതിനെ എങ്ങനെ കാര്യക്ഷമമായി നേരിടും? കൊന്നുകളയാനുള്ള കാട്ടുപന്നിയെ അത് കള്ളിങ്ങാണ്. ലോകത്തെല്ലായിടത്തും കാട്ടുപന്നി എന്നല്ല, ഏത് മൃഗവും, അതായത് ഇപ്പോൾ ദേശീയ മൃഗമാണെങ്കിൽ പോലും അതിനെ കൈകാര്യം ചെയ്ത് കളയാമെന്നുള്ളതാണ് പല രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന രീതി. ആ രീതി, അതായത് ശാസ്ത്രീയമായി ആ നിലയ്ക്ക് ആധുനിക മനുഷ്യനെ പോലെ ചിന്തിച്ചുകൊണ്ട് അത്തരമുള്ള നിയമങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ഈ രാജ്യത്തൊക്കെ വേണ്ടത്. പക്ഷേ കള്ളിങ്ങ അടക്കമുള്ള കാര്യങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം, ഇക്കാര്യത്തിൽ ആ തീരുമാനമെടുക്കാൻ ദീർഘമായി കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളത്. അതായത് ഇത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മുതൽ അനുമതി ഉണ്ടെങ്കിലേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റൂ. അതിനു പകരം ജില്ലാ ഭരണകൂടത്തിന് വളരെ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് കാര്യങ്ങൾ നടപ്പാക്കാവുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ കുറേയേറെ മാറ്റങ്ങൾ വരും. അതുണ്ടാവുന്നില്ല. മാത്രമല്ല, ഈ ഇന്ത്യ വിശാലമായ ഒരു രാജ്യവും വ്യത്യസ്ത ഭൂപ്രകൃതിയുള്ള രാജ്യവും വ്യത്യസ്ത അളവിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള രാജ്യവും മനുഷ്യവാസമുള്ള സ്ഥലവും ജനസാന്ദ്രത വ്യത്യസ്തമായി നിൽക്കുന്ന രാജ്യവുമാണ്. ഇവിടെ വന്യമൃഗ നിയമം, ഒരേ നിയമം നടപ്പാക്കുക എന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു അബദ്ധ ആശയമാണ് എന്നുള്ളതാണ് സത്യം. കേരളം പോലെ ഇത്രയും വനമേഖലയുള്ള, ഈ പറഞ്ഞ പോലെ ഇത്രയും ജനസാന്ദ്രതയുള്ള 30-33% വനമേഖലയുള്ള ഒരു പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ വല്ലാത്ത ആക്രമണമൊക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കാട്ടുപന്നിയുടെയൊക്കെ ഇത്രയും ആക്രമണം ഉണ്ടാകുന്നത്, കാട്ടുപന്നി മാത്രമല്ല, കുരങ്ങ്, കാട്ടുപന്നി, മയിൽ, ഇതെല്ലാം ശല്യക്കാരാണ്. ആ നിലയ്ക്ക് വലിയ കുഴപ്പമുണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെ കള്ളിങ്ങിന് വേണ്ട ഒരു നടപടിയിലേക്ക് പോകാൻ തക്കവണ്ണമുള്ള അനുമതി ലഭിക്കാവുന്ന തരത്തിൽ കേന്ദ്ര നിയമങ്ങൾ മാറ്റി എഴുതുക എന്നുള്ളതാണ് പ്രാഥമികമായി വേണ്ടത്. പിന്നെ ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ കാര്യക്ഷമമായി നടപ്പാക്കണം. മലയോര മേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുരിതമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട്. കൃഷി, ഈ മനുഷ്യൻ്റെ മരണം മാത്രമല്ല, നമ്മൾ അതിൽ മാത്രമാണ് ഈ ചർച്ച നിൽക്കുന്നത്. അങ്ങനെ ഒരു മരണം ഉണ്ടാകുമ്പോൾ മാത്രം ആ വിഷയം ചർച്ച ചെയ്യുകയാണ്. കാർഷിക മേഖല എന്നത് സമ്പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരവസ്ഥ ആ പല പ്രദേശങ്ങളിലേക്കും ഉണ്ടായിരിക്കുന്നു. വനം കയ്യേറുന്നത് കൊണ്ടാണ് ഈ മൃഗങ്ങളെല്ലാം ഇറങ്ങുന്നതെന്നാണ് പണ്ട് തീവ്ര പരിസ്ഥിതിവാദികൾ ആവർത്തിച്ച് പറഞ്ഞ ആളുകളെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സംഭവമില്ല. വനത്തിലേക്ക് ഇപ്പോൾ വനത്തിലേക്കുള്ള കയ്യേറ്റം എന്നത് ഏതാണ്ട് വലിയൊരളവ് അവസാനിച്ചു എന്നുള്ളതാണ്. പുതിയ തലമുറ വനത്തിൽ കയറി വനം കയ്യേറാമെന്ന് തീരുമാനിക്കുന്ന ആളുകളല്ല, അല്ലെങ്കിൽ വനത്തെ ഏതെങ്കിലും തരത്തിൽ ആ രീതിയിലല്ല അതിനെ പോകുന്നു. പിന്നെ വനത്തിലേക്ക് കയറുകയും അവിടെ ഏറെ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമുള്ള ധൈര്യം പണ്ടത്തെ പോലെ ഇല്ല. അതായത് അതിജീവനത്തിന് വേണ്ടി കയറിയിരുന്നതാണ് പണ്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ. അത്തരം ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അതും ഉണ്ടാകുന്നില്ല ഇപ്പോൾ. അപ്പോൾ അതല്ല യഥാർത്ഥ കാരണം. അപ്പോൾ യഥാർത്ഥ കാരണത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് സർക്കാർ അടിയന്തരമായി പോകേണ്ടത്. ആ നിലയ്ക്ക് നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. പിന്നെ ഈ ആളുകളുടെ പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം എങ്ങനെയാണ്? ഒരു നടപടി വൈകുമ്പോഴാണ് വലിയ പ്രതിഷേധം. ഇന്നിപ്പോൾ ഇവർ പ്രതിഷേധിച്ചതിനകത്ത് കുറ്റം പറയാൻ കഴിയില്ല. അവിടെ
അധികൃതർ എത്താൻ വൈകുന്നു എന്നുള്ളതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇത് ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രശ്നമായി കണ്ട് ആ നിലയ്ക്ക് വേണം അതിനെ കൈകാര്യം ചെയ്യാൻ.